ഹലോ ഗായ്സ്, എല്ലാവർക്കും ഹാർഡ്കോർ ഗെയിമിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളപ്പം ഫ്രീ ഫയർ ലോൺ ഗെയിംസ് കളിക്കാൻ വന്നേക്കുകയാണ്. അപ്പം 2 മത്സരം കളിക്കാൻ നിരോധിച്ചു. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമുക്കാണ് ചൂസ് ചെയ്യുന്നത്. വേണ്ടി ഗ്രനേഡൊക്കെ ഇട്ട് ഒട്ടിക്കണം കഴിച്ചതിന് ഗ്രനേഡ് അടിച്ചിട്ടിട്ടുണ്ട് അവനെ. കേസ് അപ്പം ഞാൻ വലുതായിട്ടൊന്നും അങ്ങനെ കളിക്കാറില്ല, എന്നാലും വല്ലപ്പോഴും കളിക്കും. അപ്പം സെക്കൻഡ് റൗണ്ടിലാണ് നമ്മുടെ ഒബ്ജക്റ്റീവ്. 5 റൗണ്ട് ജയിക്കുക എന്നുള്ളതാണ്. ഞാൻ എപ്പോഴും പിന്നെ ഗ്രനേഡും ഇതൊക്കെ ഇട്ട് മാക്സിമം ഇതാക്കാൻ നോക്കും. അത് മാറിപ്പോയി കഴിച്ചു. ഗ്രനേഡിൻ്റെ ഇത് അടുത്ത നമുക്ക് അവനെ പിടിക്കാം. ഈ മത്സരം എന്തായാലും നമ്മൾ ജയിക്കും, ഉറപ്പാണ്. ഓക്കെ, ഇപ്രാവശ്യം അവനാണ് ചൂസ് ചെയ്യുന്നത്. അവൻ പമ്പ് എടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് അവനടിക്കാൻ നിരായിക്കുന്നു. ഓക്കെ, നമ്മൾ ഗ്രനേഡൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഗ്രനേഡല്ല അത്, എനിക്കറിയാം. അതിൻ്റെ അത്ര എനിക്കറിഞ്ഞൂടാ. ഗ്ലൂ വാൾ ഇടുവാണല്ലോ അവൻ. മൊത്തം ഗ്ലൂ വാൾ ഇട്ടാവും കളിക്കുന്നത്. നമ്മൾ ഗ്ലൂ വാൾ ഉണ്ടാക്കില്ല, ചിലപ്പോൾ ഇടും. നമുക്ക് പിന്നെ ഈ സാധനമുള്ളതുകൊണ്ട് അത് അവിടെ ഇട്ടിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ അങ്ങനെ അവിടെ നിൽപ്പുണ്ട്. ഗ്രനേഡ് ഇട്ട് മാറിപ്പോയി ഗൈസ്. അവിടെ ഇന്നിട്ടുണ്ട് മറ്റേ വേണം. ഒന്നും പറ്റിയിട്ടൊന്നും സംഭവിക്കുന്നില്ല. നമുക്ക് കുറച്ച് വീണ്ടും തോറ്റുപോയി ഗൈസ്. എന്ത് പറയാനാ, 3 വട്ടം തോറ്റു. ഇത് നമ്മൾ തോക്കത്തില്ല ഗൈസ്. നമ്മൾ തിരിച്ചു വരും. ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫാൻസ് അവിടെ നമ്മൾ അമ്പാക്കത്തിലാണ് ചാർജിങ് ഗണ്ണ് നടത്തിയിട്ടുണ്ട്. എന്തായാലും ഇത് ഞാനെ കൊണ്ടിരിക്കും. ഞാൻ സൈലോട്ടിട്ട് കൊടുക്കാം. യെസ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ഷോർട്ട് ഗൺ സൈനികളിലുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, നമുക്കപ്പം വീണ്ടും ജയിച്ചിട്ടുണ്ട് നമ്മൾ. ഇതും നമ്മൾ ജയിക്കുകയാണെങ്കിൽ പിന്നെ കമ്പാക്കിനൊരു അവസരം കിട്ടും. നമ്മൾ ഇത് റെഡിയാക്കി വെക്കുന്നുണ്ട്. ഓക്കെ, നമ്മളത് അവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് അടിക്കാൻ വെക്കൂല്ലോ അവനെ. ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ അവൻ പുറകെ നിൽക്കുന്ന കണ്ടില്ല. എപ്പോഴും പുറകിലോട്ട് കയറി ഞാൻ കണ്ടില്ല ഗൈസ്. ഓക്കെ, ഇതിപ്പോൾ അവൻ ജയിക്കുമല്ലോ. ഒരു പോയിന്റ് കിട്ടിയ സമ്മതിക്കില്ല ഗൈസ് നമ്മൾ. ഓക്കെ, അപ്പം ഓക്കെ, അവൻ്റെ ചൂസാണ്. അവൻ ഇതെടുത്തിട്ടുണ്ട്. ഓക്കെ, സൗണ്ട് കൂട്ടിയതാണ് അത് വേറൊന്നുമല്ല. ഓക്കെ, അപ്പം നമുക്ക് അവനെ അടിച്ചിട്ടേക്കാം. നമുക്ക് പ്രാവശ്യം ഒരു ദാക്ഷിണ്യം കാണിക്കേണ്ട, അടിച്ചിടാം നമുക്ക് അവനെ. നിൽക്കണം, അടിച്ച് ഇപ്പോൾ അടിച്ചിരിക്കും. പിന്നെ ഇത് ഉണ്ടല്ലോ, ഇത് കാണും. ഇപ്പോൾ ഈ 10 സൈഡിൽ കൂടെ വരുമോ. അടിച്ചിട്ടുണ്ട് ഗൈസ്. നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ എടുത്തിട്ടുണ്ട്. 3 vs 4 ആണ് വന്നേക്കുന്നത്. ഇപ്പം സൗണ്ട് ഒന്ന് കുറേ കിട്ടി കൂടിപ്പോയി ഞാൻ നേരത്തെ ചെയ്തപ്പോൾ. ഓക്കെ, അപ്പം വീണ്ടും നമ്മൾ ഇതിടുന്നുണ്ട്. ഇത് സെയിം മാപ്പാണ്.
ഓക്കെ ഓക്കെ നമുക്ക് ഒന്നെങ്കിലും ചെയ്യുമ്പോൾ ഫുൾത്താവും. യെസ് ഇതോന്നിക്കുന്നു അങ്ങോട്ട് പോകുന്നില്ല. ശേ ജയിച്ചു ഗൈസ്. അപ്പം നമ്മൾ തോറ്റിട്ടുണ്ട്. എന്നാൽ ഓക്കെ ഗൈസ്, എനിക്ക് എലിമിനേറ്റർ എന്നാണല്ലോ താഴെ കിടക്കുന്നത്. പക്ഷെ എനിക്ക് എലിമിനേറ്റർ കിട്ടിയിട്ടില്ല. അടുത്ത മാച്ച് കഴിഞ്ഞിട്ട് നോക്കാം. ഓക്കെ ഫ്രീ ഫയർ ഓക്കെ ഗൈസ്. ഓക്കെ അപ്പം അവൻ്റെ ചൂസാണ്. ആദ്യമേ അവൻ ഡെസേർട്ട് ഈഗിൾ എടുത്തിട്ടുണ്ട്. വേറെ സ്നൈപ്പറാണകത്ത് എടുത്തിട്ടുണ്ട്. സ്നൈപ്പർ ഞാൻ നോക്കിയത് നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോഴേ ആദ്യമേ സൂം ചെയ്താലൊക്കത്തുള്ളതെന്നാണ് നോക്കിയത്. അതവിടെ ഇട്ടു, നടക്കൂല. വീണ്ടും ഇട്ടു. ഇതൊക്കെ വെറുതെ ഇടുന്നു. കൊന്നിട്ടുണ്ട് വിക്ടറി. ഇപ്രാവശ്യം നമ്മളെന്നെ ജയിക്കും. അയ്യോ നമ്മളെന്നെ ജയിക്കും. ആദ്യത്തെ തോറ്റതിന് പകരം നമ്മൾ വീട്ടിലിരിക്കും. രണ്ടാമത് 49 നീ ഗ്ലൂ വാൾ എൻ്റെ അടുത്തോട്ട് ഇട്ടോന്ന് എന്തോത്തിന്. നമ്മളിവിടെ എണ്ണം വെച്ചിട്ടുണ്ട്. വെടി വെക്കുമ്പോൾ വീണ്ടും എടുക്കും. എടുത്തു. യെസ് ഓക്കെ. എല്ലാം സാറ് ഇനി കാണിച്ചിട്ടുണ്ട്. പെട്ടെന്ന് എനിക്ക് വായിക്കത്തില്ല, എന്നാലും കുഴപ്പമില്ല. 2 ജയിച്ചു കാണും. ഓക്കെ ഈ നൈഫ് ഉണ്ടല്ലോ നൈഫ്, അത് അത്യാവശ്യം നല്ല സാധനമാണ്. ഞാൻ പറഞ്ഞുതരാം എന്തുകൊണ്ടാന്ന്. അയ്യോ ബ്ലൂകളൊക്കെ ഒറ്റയേറി പൊട്ടിച്ചോളും. നമ്മുടെ സ്നൈപ്പർ ചെയ്യണൊക്കെ തന്നെ 2 മിനിറ്റ് എടുക്കത്തില്ലേ. കണ്ടോ ഗ്ലൂ വാൾ ഇപ്പം നിങ്ങൾ പൊട്ടിക്കുകയും ചെയ്യും. കണ്ടോ സ്നൈപ്പർ വെച്ച് ഹെഡ് ഷോട്ട് അടിച്ചു. അപ്പം നമ്മൾ ജയിച്ചേക്കാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. 4th റൗണ്ട് ആയിട്ടുണ്ട്. 4th റൗണ്ട് സെയിം സാധനമാണ്. നമുക്കപ്പം ഗ്രനേഡ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ ഓക്കെ അപ്പോൾ അവനെ അടിക്കാൻ വേണ്ടി തന്നെ തയ്യാറായിട്ട് നിൽക്കുവാണ് നമ്മൾ. വീണ്ടും അവൻ കയറി വന്ന് അടിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തോ വന്നു എവിടെ കാണാൻ നിൽക്കുന്നത്. ഇനി മുന്നേ എടുക്കാനും പാടില്ല. ഞാൻ സ്പാൻ ചെയ്യാണ് കേൾക്കുന്നില്ല. കണ്ടോ ഗ്ലൂകളൊക്കെ അടിക്കടിക്ക് പൊട്ടിക്കുന്നു. ഞാൻ കയറി വരുവാണ് അടിക്കാന്നും പറഞ്ഞോണ്ടിരിക്കുന്നത്. പക്ഷേ ഞാൻ നോക്കിയ സമയത്ത് ഇപ്പോൾ ഈക്വലാണ്. നൈഫ് ഞാൻ സജസ്റ്റ് ചെയ്യും ഗ്ലൂ വാൾ പൊട്ടിക്കാം പെട്ടെന്ന്. 2 വട്ടമൊക്കെ ആകുമ്പോൾ അവൻ്റെ ഗ്ലൂ വാൾ തീരുമല്ലോ. ഇങ്ങനെ ആവുകയാണ് നമുക്ക് ഫാസ്റ്റായിട്ടുള്ള കണ്ണുണ്ടെങ്കിൽ അപ്പഴേ അടിച്ചിടാം. പക്ഷെ ഞാൻ ഇപ്പോൾ അതെടുത്തോണ്ടാണ്. നോക്കി അവൻ മറ്റേ ഷോർട്ട് ഗൺ എടുത്തിട്ടുണ്ട്. വെച്ച് നമുക്ക് പൊട്ടിക്കാൻ വെക്കുമോ നോക്കാം. അല്ലേ അതെന്ത് പറയാം. പക്ഷേ നമ്മൾ വലിയ പാട്. യെസ് അപ്പോൾ രണ്ടാമത്തെ ഷോട്ട് ഒരു ഹെഡായിരുന്നു. എല്ലാം എൻ്റെ ഹെഡിൽ തന്നെ കൊണ്ടു. അപ്പം
ചത്തു. ഓക്കെ, അപ്പം നമുക്ക് 3 പോയിൻ്റ് ഉണ്ട്. 2 പോയിൻ്റ് കൂടി മതി. അവന് 3 പോയിൻ്റ് കൂടി വേണം. ഓക്കെ, ഇപ്പം വീണ്ടും ഇട്ടിട്ടുണ്ട്. പക്ഷെ അവൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നിന്ന് അവനെ ഓക്കെ. പക്ഷെ AFK എന്ന് ജയിക്കുന്നതിൽ നോക്കാം. അനങ്ങൊന്നും ഇല്ല നോക്കാം. 7th നമ്മൾ അതെടുത്തിട്ടുണ്ട്. ഡെസേർട്ട് ഈഗിൾ എടുത്തു. ഓക്കെ, അപ്പം നമ്മൾ ഗ്രനേഡ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എപ്പോഴും നമ്മളല്ല, ഞാൻ അതിട്ടിട്ട് ഇത് ചെയ്യാറുള്ളൂ. നമുക്ക് നോക്കാം. ഇല്ല ഗൈസ്, അവൻ അനങ്ങിയിട്ടില്ല. നമ്മളൊക്കെ അവൻ തിരിച്ചെന്നോ നോക്കാം. വരുവാണോ അന്നൊരു ഹെഡ് അടിച്ചിടും. നോക്കട്ടെ ഗൈസ്, നമുക്ക് ഇങ്ങനെ കൊല്ലാം. ഈ ഗ്രനേഡിൻ്റെ ഇതൊക്കെ വെച്ച് ഇല്ലാതെ കൊല്ലാൻ എനിക്ക് തോന്നുന്നില്ല ഗൈസ്. ഓക്കെ, അത് കഴിഞ്ഞു. ഇത് ബൗൺസ് ആണെന്നുണ്ടോ ഞാൻ അങ്ങോട്ട് ഇറങ്ങി. പക്ഷെ അത് അവിടെ നിന്നും പോയി. കൊല്ലണോ ഗൈസ്? നിങ്ങൾ കൊല്ലണോ? എന്തായാലും എലിമിനേറ്ററിന്റെ നമുക്കൊന്ന് നോക്കണം എന്തുവാന്ന്. ഓക്കെ, അപ്പോൾ ആ എലിമിനേറ്റർ എന്തോന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് ഇത് നോക്കാം. ഇപ്പം എനിക്ക് ഹെഡ് ഹണ്ടറും 1 year old ഉള്ളതെന്ന് ഇപ്പോൾ നമുക്ക് നോക്കാം. അതുണ്ടോ എന്ന് തോന്നുന്നു. ജസ്റ്റ് അപ്പോൾ നമുക്ക് പുതിയൊരു ബാഗ് കിട്ടിയിട്ടുണ്ട്, എലിമിനേറ്റർ. അപ്പം നമുക്കതെടുത്ത് അവിടെ വെക്കാം. അപ്പോൾ ഇതൊക്കെ ഒന്ന് മാറ്റി വെക്കാം. ഞാൻ കൂടുതൽ ഉപയോഗിക്കുന്ന ജെൻസാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഞാൻ കണ്ടില്ലേ ഏറ്റവും രണ്ടാമത് P90 ഉപയോഗിച്ചിരിക്കുന്നത്. അത് ഞാൻ ഉപയോഗിക്കുന്നത് കണ്ടില്ലേ നിങ്ങൾ? ഓക്കെ, പിന്നെ ഇതുണ്ടായിരുന്നു, മാക്സ് തന്നെ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പം നമ്മൾ സേവ് ചെയ്തിട്ടുണ്ട്. നമ്മളപ്പം അടുത്ത് വീണ്ടും ഒരു മാച്ചിൽ കളിച്ചിട്ട് നോക്കാം. ഓക്കെ, Free Fire India is പെട്ടെന്ന് തീർക്കാന്നിരിക്കുന്നു. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ P90 അത് നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതുണ്ട്. ഇതിൻ്റെ പേര് എനിക്ക് കറക്റ്റായിട്ട് ഓർക്കുന്നില്ല. ഓക്കെ, നമ്മൾ റെഡി ആയിട്ടുണ്ട്. ഇവിടുന്ന് അറിഞ്ഞവിടം വരെ എത്തും. ഓക്കെ, കുറച്ച് ഡാമേജ് എടുപ്പിക്കാത്തതുണ്ട്. 4, 5, 6 ഇത് കിട്ടും. പക്ഷേ അത് പൊട്ടുന്നതാണ് ചിലപ്പോൾ. പൊട്ടും വരും കുറച്ചിടുകയെന്ന്. ഓക്കെ, നമുക്ക് അവനെയൊന്ന് പറ്റിക്കുക നൈസായിട്ട്. ഓക്കെ, നമ്മൾ താഴെ ഇറങ്ങി കണക്ക് പറ്റിക്കുക എന്നോ അവനെ നോക്കുകയാണ്. പറ്റുമോ ഇല്ലയെന്നൊന്നും പറഞ്ഞൂടാ. ശരി, അവൻ ഇട്ടപ്പോൾ എങ്ങോട്ടാ പോയെന്നുള്ളൊരു ഐഡിയ. അവൻ അവിടെ ഉണ്ടല്ലോ. ഇട്ടിട്ടുണ്ട്. ഈ 2 ഇതുണ്ട്, ദൂരോട്ടുള്ളയും അടുത്തോട്ടുള്ള. അതുകൊണ്ടാണ് ഞാൻ ഇത് എടുക്കുന്നത്. അസോൾട്ടും റേഞ്ചും ഉണ്ട്. ഇപ്പോൾ അടിച്ചു. ഒരു ഹെഡ് ഷോട്ട് ഉണ്ടായിരുന്നു. പക്ഷെ വീണില്ല. അടിച്ചു. യെസ്. അപ്പം പെട്ടെന്ന് ഞാൻ തീർക്കണം.
പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം മറക്കല്ല്. പിന്നെ ഇവിടം വരെ എത്തിയവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, ഒന്ന് ലൈക്ക് ബട്ടൺ കമൻറ്റ് ചെയ്യണം പ്ലീസ്. ഓക്കെ ഗൈസ്, ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണം ഗൈസ്. നിങ്ങൾക്ക് വേറെ ഒരു ക്ലിക്കിൻ്റെ ആവശ്യമില്ലല്ലോ നമുക്ക്, പക്ഷേ അത് വലിയൊരു കാര്യമാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിയിക്കാൻ പറ്റിയ ആകെ ഒരു വഴിയില്ലല്ലോ. ഓക്കെ, നമുക്കപ്പോൾ ഇവിടെ നിന്ന് അതിനടിക്കാം. ഓക്കെ, നമുക്ക് അങ്ങോട്ട് പോകാം, എൻ്റെ ഗ്ലൂ വാളിൻ്റെ പുറകിലോട്ട്. നമുക്ക് അവൻ്റെ ഗ്ലൂ വാളിൻ്റെ പുറകിലോട്ട് പോകാം. ഓക്കെ, അവൻ എവിടെ നമ്മളൊന്ന് നോക്കാൻ വേണ്ടി ഇരിക്കുവാന്ന് തോന്നുന്നു. ചാടിയേക്കുന്നു. ചടിച്ച് പൊടിക്കും ഇപ്പൊ അടിച്ചിടുക. യെസ്, അടിച്ചിട്ടല്ലേ. ഓക്കെ, അപ്പം ഇപ്പോൾ അവനെ തീർക്കുമെന്നാണ് പ്രതീക്ഷ. ഓക്കെ, അപ്പം അവൻ ഷോർട്ട് ഗൺ എടുത്തിട്ടുണ്ട്. 2 ഷോർട്ട് ഗണ്ണാണ്. അതൊരു കാര്യമുണ്ട്, 2 ടച്ച് റീലോഡ് ചെയ്യുന്നതിന് പിന്നെ മറ്റേ ഗൺ ഉപയോഗിക്കും. പക്ഷെ അത് ഇത്തിരി പാടായിരിക്കും. ഞാൻ ഷോർട്ട് ഗൺ വിചാരിച്ചു. പക്ഷേ അവൻ എവിടെ നിന്ന് കയറിയൊന്നും ഞാൻ കണ്ടില്ല. പ്ലസ് അവൻ ഈ ഷോർട്ട് ഗൺ ഉപയോഗിച്ച് നല്ല പരിചയമുണ്ടെന്ന് തോന്നുന്നു, അതുകൊണ്ട് ഇങ്ങനെ. അപ്പം ഒരു പോയിന്റ് കൂടി എടുക്കാൻ നോക്കാം, ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത റൗണ്ട് എടുക്കാം. ഓക്കെ ഗൈസ്, വീണ്ടും അവിടെ ഇപ്പോൾ ഉണ്ട്. അപ്പം നമ്മൾ ടൈ ആക്കിയിട്ടുണ്ട് 2-2 ആയിട്ട്. അവൻ ഷോർട്ട് ഗൺ നല്ല രീതിക്ക് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, നമ്മളപ്പം വയ്യും മറ്റേ ചാർജ് ഗണ്ണും എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ ഭയങ്കര പട്ടിയുടെ ശല്യമാണ് ഗൈസ്. നിങ്ങളുടെ വീട്ടിൻ്റെ അവിടെ പട്ടിയുടെ ശല്യം. ഓക്കെ, നമ്മളപ്പം ഗ്രനേഡ് ഇട്ടിട്ടുണ്ട്. എപ്പോഴും നമ്മൾ ഗ്രനേഡ് ഇടുന്നുണ്ട്. എനിക്കെന്താ അത് ഇതായിപ്പോയി. ഓക്കെ, നമുക്കപ്പോൾ ഇത് അടിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. ഓക്കെ, അവൻ എവിടെ ഇവൻ? ഓക്കെ, അവിടെ അടിയോ. ശേ, മറ്റേത് ഇത്തിരി കൂടി ഡാമേജ് ചെയ്തു, അതുകൊണ്ടായിരിക്കും. ഓക്കെ, അപ്പം ഒന്നുകൂടി നമുക്ക് നോക്കാം, ഒരു ചാൻസ് കൂടി നോക്കാം. ഓക്കെ, ഇത് അറിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അവൻ എൻ്റെ അടുത്തോട്ട് നമ്മുടെ ഡാമേജ് പോയി ഗൈസ്. അപ്പം നമ്മൾ സ്നൈപ്പറെ അടിച്ചു. യെസ്, നമുക്ക് കിട്ടി. ഓക്കെ ഓക്കെ, ഇത്ര ഓക്കെ ഞാൻ പറഞ്ഞു ഗൈസ്, ഇത്ര ഓക്കെ ഞാൻ പറഞ്ഞൊന്നും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഗൈസ്. ഓക്കെ, അവനപ്പം ഡെസേർട്ട് ഈഗിളാണ് എടുത്തേക്കുന്നത്. ഡെസേർട്ട് ഈഗിൾ പിസ്റ്റൽ കണക്കത്തതാണ്. അപ്പം നമുക്ക് അടിച്ചിടാക്കോ ഇല്ലയോ എന്ന് നമുക്ക് സംശയമാണെന്ന് നോക്കാം. ഇങ്ങോട്ടൊക്കെയാണ് ഈ പോകുന്നത്. ഓക്കെ, അങ്ങോട്ട് അറിഞ്ഞിട്ടില്ല. ഡാമേജ് എടുക്കുന്നുണ്ട് ഗൈസ്. നമ്മൾ എത്ര ഡാമേജ് എടുത്തു? 30 അടിച്ചു. 45 അടിച്ച് 4 സ്റ്റാർ ചെയ്തു. അവന് 3 പോയിൻ്റേ ഉള്ളൂ. അപ്പം
ചിലപ്പം കഴിഞ്ഞ റൗണ്ട് പോലും അവൻ ഈ ഒരു റൗണ്ട് ജയിക്കും. നേരത്തെ റൗണ്ട് ഞാൻ കയ്യാവും. എന്നാലും കുഴപ്പമില്ല ഗൈസ്. കാര്യം നമുക്ക് വീണ്ടും ഇത് കണക്ക് വരുവാണ്. ആദ്യം നമ്മൾ ജയിക്കണമെന്നേ ഉള്ളൂ. അപ്പം വരും. ഓക്കെ, ഇത് റൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. ആവുന്നു. ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, നേരത്തേതാണ് വന്നിട്ടുണ്ട്. റൗണ്ട് 9 ആണ്. 9ാമത്തെ റൗണ്ടാണ് നമ്മൾ കളിക്കുന്നത്. ഞാൻ പറഞ്ഞ P90യും ഒരു ഇതും എടുത്തിട്ടുണ്ട്. അവൻ ആ പിസ്റ്റൽ എടുപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ടാക്ടിക്സ് ആണ് ഗൈസ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മറക്കല്ല ഒരിക്കലും ഇവിടം വരെ എത്തിയവരും ഒന്ന് ലൈക്ക് അടിക്കണം. ഓക്കെ, അടിച്ചിട്ടുണ്ട്. ജസ്റ്റ് മിസ് ഗൈസ്. ഇപ്പോൾ അടിച്ചിട്ടവനെ അവനെ. ഓക്കെ, ഇപ്പം അടിക്കുക അവനെ. അടിച്ച് ഗൈസ്, അടിച്ച് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഒരിക്കലും മറക്കല്ല്. അപ്പം നിങ്ങളുടെ സ്വന്തം ഹാർഡ് കോർ ഗെയിമർ മറ്റൊരു വീഡിയോ ആയിട്ട് വരുമെന്ന പ്രതീക്ഷയോടെ, പെട്ടെന്ന് തന്നെ വരുമെന്നുള്ള പ്രതീക്ഷയോടെ സൈനിങ് ഔട്ട്. ചിലപ്പോൾ ഇതിൽ ഏറ്റവും കാര്യം പരീക്ഷകൾ ഇറങ്ങുകയാണ്. അപ്പം ഈ അടുത്ത വീഡിയോയിൽ കാണാമെന്ന് പറഞ്ഞാൽ ഹാർഡ് കോർ ഗെയിമർ സൈനിങ് ഔട്ട് എന്ന് പറയുന്നതിന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഹാർഡ് കോർ ഗെയിമർ സൈനിങ് ഔട്ട്. പീസ്. ടാറ്റ, ബൈ ബൈ. എന്നാൽ ശരി.